പ്രയാസത്തിലാണ്. പാലത്തിൻ്റെ അടിയിൽ വിള്ളൽ വന്നിട്ട് പാലം വിട്ടിക്കാൻ ലോഡ് വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇത് ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനുള്ള പ്രതിസന്ധിയിലാണ്. കൊയിലാണ്ടി താമരശ്ശേരി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് വലിയ വിള്ളലാണ്. ഈ വിള്ളൽ വന്ന് പാലം വലിയ അപകടാവസ്ഥയിലായിട്ട് പോലും ഇവിടെ യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണവും ഭാരവാഹനങ്ങൾക്കൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഏത് സമയവും ഈ പാലത്തിൽ വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. വലിയ പ്രയാസത്തിലാണ്. പാലത്തിൻ്റെ അടിയിൽ വിള്ളൽ വന്നിട്ട് പാലം വിട്ടിക്കാൻ ലോഡ് വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇത് ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനുള്ള പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരം ഉണ്ടായി തരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ പൊളിയൻ ചെയ്യും ഇപ്പോഴത്തെ. അതിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. പല പെട്ടെന്ന് ഇങ്ങനെ ചെറുക്കിയും കാര്യം വരുന്നുണ്ട്. പിന്നെ 57 വർഷമായി. പിന്നെ ഈ ഏരിയയിൽ വെച്ചിട്ട് നല്ല ഉറപ്പുള്ള പാലം ഇതായിരുന്നു. അന്ന് വളരെ ഇതായിട്ട് ശക്തിയായിട്ട് ഉണ്ടാക്കിയ പാലാണിത്. ഇപ്പോഴത്തെ പാലത്തിനൊന്നും ഉറപ്പില്ല. ഒരു പരിഹാര നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പാലം പൊളിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ പാലത്തിൻ്റെ തൂണിൻ്റെ കൂടെയുള്ള ജോയിൻറ്റിലാണ് വിള്ളൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഈ റോഡിൻ്റെ ആളുകൾ വന്നിട്ട് കുറച്ച് മണ്ണും കുറച്ച് മെറ്റലും എല്ലാം റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു JCBയിൽ അവിടെ കൊണ്ടുപോയി നിറച്ചിട്ടുണ്ട് തൽക്കാലം. പക്ഷേ അത് മഴയത്തെല്ലാം കൂടി അത് പോകുന്നു. പൊളിഞ്ഞുന്ന അവസ്ഥയിലാണ്. 1966 ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചത്. കോഴിക്കോട് മലബാർ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ പണി. അന്ന് തൊട്ട് ഈ പണി തീർന്നവരെ ഞാൻ പണിയെടുത്ത ഒരാളാണ്. പിന്നെ പാലത്തിൻ്റെ അടിയിലത്തെ ബെല്ലിനാണ് പൊളിവ്. അത് പാലം പൊളിച്ച് വേറെ പണി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ പാലം വണ്ടി വീഴും. വണ്ടി വീഴാണ്ടിരിക്കൂല. അത് വലിയ ലോഡും വണ്ടി തീരെ പോകാൻ പാടില്ല. ഒരു 10, 35, 40 ടൺ ആകുമ്പോൾ കൂടി പോകാൻ പാടില്ല. പാലത്തിന് മുകളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പാലം കുലുങ്ങുകയാണ്. അങ്ങനെ ഒരു അപകടാവസ്ഥയിലാണ് ഈ പാലമുള്ളത്. ഏതാണ്ട് 58 വർഷം പഴക്കം ഈ പാലത്തിനുണ്ട്. 6 മാസം മുൻപാണ് ഈ പാലത്തിന് താഴെ ബീമാണ്. ഈ ബീമിൽ വിള്ളൽ കണ്ടു തുടങ്ങിയത്. നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ട് പോലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പാലം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു അപകട സൂചനാ ബോർഡ് വെച്ചതല്ലാതെ മറ്റൊരു നടപടികൾക്കും അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാനുള്ള സ്ഥിതിയാണ് ഇവിടെയുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ഗർത്തം പോലെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും എപ്പോഴും അപകടം സംഭവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത്രയും വലിയ അപകടാവസ്ഥയിലേക്ക് പാലം പോയിട്ടുണ്ട്. താഴെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. ഏതായാലും ഭാരവാഹനങ്ങൾ ഇപ്പോഴും ഇവിടെ നിയന്ത്രണമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.